ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നാളെ പഞ്ചമിയാണ്. ഞാൻ ഓൾറെഡി നാളെ ലക്ഷ്മി പഞ്ചമിയാണ്, കാർത്തിക നക്ഷത്രമുണ്ട്, ചെയ്യേണ്ടുന്ന പരിഹാരത്തെക്കുറിച്ചുള്ള വീഡിയോ ചെയ്തിരുന്നു. ഇത് നാളെ വാരാഹി അമ്മയ്ക്ക് ദീപമോ അതേപോലെ തന്നെ പൂജകളോ ഒന്നുമില്ലാതെ നമുക്ക് ചൊല്ലാൻ പറ്റുന്ന ഒരു മന്ത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. ഞാനിതിൽ 2 സമയം പറയുന്നുണ്ട്. ആ 2 സമയത്ത് മാത്രമേ നമ്മൾക്ക് ഈ ഒരു മന്ത്രം ചൊല്ലാൻ പറ്റുകയുള്ളൂ. സോ ആ സമയം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യണം. പഞ്ചമി തിഥിയുടെ ആരംഭം എന്ന് പറയുന്നത് ഇന്ന് രാത്രി 9:30 ആരംഭിച്ചിട്ട് നാളെ വൈകിട്ട് 6:30 വരെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി 10:30 മുതൽ 11:30 വരെയുള്ള 1 മണിക്കൂർ സമയം. അതേപോലെ നാളെ ബ്രഹ്മമുഹൂർത്തമായ 3:45 മുതൽ 4:45 വരെയുള്ള 1 മണിക്കൂർ സമയം. ഈ 2 സമയം മിസ്സായവർക്ക് നാളെ രാത്രി 10:30 മുതൽ 11:30 വരെയുള്ള സമയവും സെലക്ട് ചെയ്ത് ഈ ഒരു മന്ത്രം ചൊല്ലാം. അതായത് ഇന്ന് രാത്രി 10:30 to 11:30, നാളെ രാത്രി 10:30 to 11:30, അതേപോലെ നാളെ ബ്രഹ്മമുഹൂർത്തമായ 3:45 മുതൽ 4:45 വരെ. അതിൽ തന്നെ ഇന്ന് രാത്രി പ്രയോജനപ്പെടുത്തുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നാളെ രാത്രി ആ സമയത്ത് പഞ്ചമി തിഥിയില്ല. പക്ഷേ സൂര്യോദയ സമയത്തുള്ള തിഥിയെ നമുക്ക് അന്നത്തെ ദിവസം മുഴുവൻ എടുക്കാവുന്നതുകൊണ്ട് തന്നെ നാളെ രാത്രി ചൊല്ലി എന്ന് പറഞ്ഞ് അതിൽ തെറ്റുകളൊന്നും തന്നെ ഇല്ലതാനും. ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, പീരിയഡ്സ്, പുലാവാലായ്മ ഇതുള്ളവരിത് ചൊല്ലാൻ പാടില്ല. ഒപ്പം തന്നെ നോൺ വെജ് കഴിച്ചിട്ടും ഇത് ചൊല്ലാൻ പാടില്ല. ഈ 2 കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധയിൽ വെക്കണം. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ ഈ പറഞ്ഞ 2 സമയങ്ങളുണ്ടല്ലോ, ഇന്ന് രാത്രിയിലെ, നാളെ രാത്രിയിലത്തെ, അല്ലെങ്കിൽ നാളെ ബ്രഹ്മമുഹൂർത്ത സമയം. ആ ഒരു സമയത്ത് നമ്മൾ എഴുന്നേറ്റ് ശുദ്ധമാകുക. അപ്പോൾ ഇന്ന് രാത്രിയാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വൈകിട്ട് കുളിച്ച് കഴിഞ്ഞിരിക്കും. അപ്പോൾ നമ്മൾ കാലും കൈയും മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷായിട്ട് വീട്ടിലെ പൂജാമുറിയിൽ വാരാഹി അമ്മയ്ക്ക് മുമ്പിൽ ദീപം കൊളുത്തി വെക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് കൊളുത്തി വെക്കാം. അങ്ങനെ ഇല്ലെങ്കിൽ ദീപം കൊളുത്തണമെന്നുള്ള ആവശ്യമൊന്നും തന്നെയില്ല. വടക്കോട്ടോ കിഴക്കോട്ടോ ഫേസ് ചെയ്ത് ഇരിക്കുക. ഇരുന്നതിന് ശേഷം ഞാൻ ഈ പറയുന്ന മന്ത്രം 10 മിനിറ്റിൽ കൂടുതൽ ഒട്ടും നമ്മൾ ചൊല്ലേണ്ടുന്ന ആവശ്യമേ ഇല്ല. നമ്മുടെ ഫോണിൽ 10 മിനിറ്റ് അലാം വെച്ചിട്ട് കണ്ണുകളടച്ച് വാരാഹി അമ്മയെ മനസ്സിൽ കൊണ്ടുവരിക. ഇനി കണ്ണുകളടച്ച് അങ്ങനെ ചെയ്യുമ്പം ചിലർക്ക് കോൺസെൻട്രേഷൻ കിട്ടില്ല എന്നുള്ളവർക്ക് നിങ്ങളുടെ മൊബൈലിലോ ഇനി പൂജാമുറിയിൽ പോയിരുന്നവരാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള വാരാഹി അമ്മയുടെ ഫോട്ടോയോ നോക്കി ഞാൻ ഈ പറയുന്ന മന്ത്രം 10 മിനിറ്റ് ചൊല്ലുക. അളവിൽ കൂടുതൽ നമ്മുടെ ജീവിതത്തിലോട്ട് ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ ഈ ഒരു മന്ത്രം ചൊല്ലുന്നതിലൂടെ നമുക്ക് കൈവരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് പറയുന്നത്. ഇനി അങ്ങനെയൊന്നുമല്ലെങ്കിൽ വളരെ എമർജൻസി ആയിട്ട് നിങ്ങൾക്കൊരു കാര്യം നടന്ന് കിട്ടണം എന്നാഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിലും ഈ ഒരു മന്ത്രം ചൊല്ലാവുന്നതാണ്. മന്ത്രം ഞാനിവിടെ എഴുതി കാണിക്കാം, ഒപ്പം നിങ്ങൾക്ക് ചൊല്ലിയും തരാം. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം വജ്രതുംഗ പ്രസീദ പ്രസീദ. ശ്രീം ഹ്രീം ക്ലീം ഓം വാരാഹ്യൈ നമ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം വജ്രതുംഗ പ്രസീദ പ്രസീദ. ശ്രീം ഹ്രീം ക്ലീം ഓം വാരാഹ്യൈ നമ. ഇതാണ് നമ്മൾ ചൊല്ലേണ്ടുന്ന മന്ത്രം. ഇപ്പോൾ കണ്ണുകൾ അടച്ച് ചൊല്ലാൻ ഞാൻ പറഞ്ഞപ്പം ഇത് കാണാതെ ചൊല്ലാൻ അറിയില്ലല്ലോ എന്നുള്ളവർക്ക് ഇത് എഴുതിയെടുത്ത് നോക്കി ചൊല്ലാവുന്നതാണ്. അങ്ങനെയല്ല, വളരെ എളുപ്പമാണല്ലോ. ആദ്യത്തേത് ശ്രീം എന്നുള്ളത് മഹാലക്ഷ്മിയുടെ ബീജമന്ത്രം, ഹ്രീം എന്നുള്ളത് ഭുവനേശ്വരിയുടെ ബീജമന്ത്രം, ക്ലീം എന്നുള്ളതും കാമദേവൻ്റെ ബീജമന്ത്രം. അപ്പോൾ ബീജമന്ത്രങ്ങൾ ഒത്തുചേർന്നൊരു മന്ത്രമാണ്. ഒരുപാട് പേർക്കൊരു സംശയമുണ്ട്, ബീജമന്ത്രങ്ങൾ ഗുരു ഉപദേശമില്ലാതെ ചൊല്ലാൻ സാധിക്കില്ലല്ലോ, അപ്പോൾ ഇത് ചൊല്ലുന്നത് ദോഷമല്ലേ എന്നുള്ളത്. ഇത് സാധാരണയായിട്ട് നമ്മൾ മനുഷ്യർക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന ബീജമന്ത്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇതിലൊരു ദോഷവും ഇല്ല. അപ്പോൾ നമുക്ക് ഈ ഒരു മന്ത്രം 10 മിനിറ്റ് ചൊല്ലുക. ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം സാക്ഷാൽ വാരാഹി അമ്മയെ മനസ്സിലോർത്ത് വീണ്ടും ആഗ്രഹങ്ങളൊക്കെ പ്രാർത്ഥിക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം. പൂജ വേണ്ട, ദീപം വേണ്ട, യാതൊന്നും വേണ്ട. നിങ്ങൾ ഈ ഒരു മന്ത്രം ചൊല്ലിയാൽ മതിയാവും. ഇനിയിപ്പോൾ നാളെ വാരാഹി അമ്മയ്ക്ക് തേങ്ങാദീപം കൊളുത്തുന്നവർ, അതേപോലെ തന്നെ പഞ്ചദീപം കൊളുത്തുന്നവർ, ഇതൊക്കെ കൊളുത്തുന്നവർക്ക് നാളെ സന്ധ്യയ്ക്ക് 6 മണിക്ക് ശേഷം കൊളുത്തി പ്രാർത്ഥിക്കാവുന്നതാണ്. പക്ഷേ ആ സമയത്ത് ഈ ഒരു മന്ത്രം ചൊല്ലാൻ പാടില്ല എന്നുള്ളതേ ഉള്ളൂ. അതേപോലെ തന്നെ വാരാഹി അമ്മയ്ക്ക് സാധാരണ പോലെയുള്ള നിവേദ്യങ്ങളൊക്കെ വെച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് 9:30 ശേഷം
രാത്രി ഒരു 10:30 ഉള്ളിലും നമുക്ക് വാരാഹി അമ്മയ്ക്കുള്ള പൂജകളൊക്കെ ചെയ്യാവുന്നതാണ്. കാരണം പഞ്ചമി തിഥി ആ സമയത്ത് ആരംഭിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ നാളെ നമുക്ക് കാർത്തിക നക്ഷത്രം കൂടി ഉള്ളതുകൊണ്ട് മുരുക പൂജ ചെയ്യണം, ലക്ഷ്മി പൂജ ചെയ്യണം, എല്ലാം കൂടി ബുദ്ധിമുട്ടാണ് എന്നൊരു തോന്നൽ മനസ്സിലുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി 9:30 ശേഷം വാരാഹി അമ്മയ്ക്ക് തേങ്ങാദീപം കൊളുത്താം, പഞ്ചദീപം കൊളുത്തി പ്രാർത്ഥിക്കാം. 10:30 ശേഷം ഞാൻ ഈ പറഞ്ഞ മന്ത്രവും ചൊല്ലാവുന്നതാണ്. രാത്രി കൂടും തോറും നമ്മൾ ചൊല്ലുന്ന മന്ത്രത്തിന് ശക്തി, നമുക്കതിന് ഫലം പെട്ടെന്ന് കിട്ടും. കാരണം വാരാഹി അമ്മയെ രാത്രിയിലാണ് പൂജിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ അമ്മയെ ആ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിന് ഫലം വളരെയധികം കൂടുതലായിരിക്കും. പിന്നെ ബ്രഹ്മമുഹൂർത്ത സമയമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നാളെയുള്ളത് 5:30 to 6:30 ആ ഒരു സമയത്തുമാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കണം. തീർച്ചയായിട്ടും വാരാഹിയമ്മ നല്ല അനുഗ്രഹം നമുക്ക് തരും. അതേപോലെ തന്നെ ചെമ്പരത്തി പൂവ് കൊണ്ട് നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു പരിഹാരത്തെക്കുറിച്ച് കഴിഞ്ഞു പോയ പഞ്ചമിയിൽ ഞാൻ വീഡിയോ ഇട്ടിരുന്നു. അത് ചെയ്തിട്ട് 4-5 പേർക്ക് ഫലം കിട്ടിയതായിട്ട് എനിക്ക് മെസ്സേജും അയച്ചിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റിപ്പീറ്റായിട്ട് ഈ ഒരു പഞ്ചമിയിലും ചെയ്യാവുന്നതാണ്. കണ്ടിട്ടില്ലാത്തവർക്ക് നമ്മുടെ പേജിൽ കയറി നോക്കിയാൽ ആ ഒരു വീഡിയോ കാണാവുന്നതാണ്. തീർച്ചയായിട്ടും നല്ല ഫലം തന്നെ ലഭിക്കുന്നതാണ്. അത്രമാത്രം പവറുള്ളൊരു മന്ത്രമാണത്. നമുക്കൊരു ചെമ്പരത്തിപ്പൂവ് മാത്രം മതിയാവും അത് ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ നാളെ ലക്ഷ്മി പഞ്ചമിയാണ്, കാർത്തിക നക്ഷത്രമാണെന്ന് പറഞ്ഞ് ഞാൻ രാവിലെ വീഡിയോ ഇട്ടിരുന്നത്. കാണാത്തവരൊക്കെ പോയി കാണണം. കാരണം ലക്ഷ്മി പഞ്ചമി എന്ന് പറയുന്നത് വളരെ വളരെ പവറായിട്ടുള്ള ഒരു പഞ്ചമി തിഥിയാണ്. സോ നാളത്തെ ദിവസം നമ്മൾ ലക്ഷ്മി പൂജ ചെയ്യുമ്പം സ്ഥിര നിവാസം ചെയ്യും ലക്ഷ്മി ദേവി നമ്മുടെ വീട്ടിൽ. അതുകൊണ്ട് തന്നെ ആ കാര്യവും ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കണം. ഇനി വീടിനടുത്ത് മഹാലക്ഷ്മി ക്ഷേത്രമുണ്ടെങ്കിൽ നാളത്തെ ദിവസം അവിടെ സന്ദർശിച്ച് മഹാലക്ഷ്മിക്ക് പ്രിയപ്പെട്ട വസ്തുക്കളൊക്കെ വാങ്ങിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കണം. കാരണം ഒരുപാട് പേർക്ക് വീട്ടിൽ പൂജ ചെയ്യുന്നതും പ്രാർത്ഥിക്കുന്നതും ഒന്നും നടക്കുന്ന കാര്യമല്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർ നാളെ ഇത് ചെയ്താൽ മതിയാകും. അതേപോലെ തന്നെ നാളെ ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുന്നതും വളരെ വളരെ ഉത്തമമാണ്. അതേപോലെ ദേവീ മഹാത്മ്യത്തിലെ നാരായണീ സ്തുതി അതും നാളെ പാരായണം ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാരണം മഹാലക്ഷ്മി ദേവിയെ പ്രകീർത്തിക്കുന്നതാണ് ഈ ഒരു ലളിതാ സഹസ്രനാമവും ദേവീ മഹാത്മ്യവുമൊക്കെ. 3 ദൈവങ്ങളെ പറ്റിയും അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ത്രിമൂർത്തികളായിട്ടുള്ള ആദിപരാശക്തികളായിട്ടുള്ള 3 ദേവികളെക്കുറിച്ച് പറയുന്നത് കൊണ്ട് തന്നെ ഇതൊക്കെ നമുക്ക് നാളത്തെ ദിവസം പാരായണം ചെയ്യാവുന്നതാണ്. അതേപോലെ നാളത്തെ ദിവസം 10 വയസ്സിൽ താഴെയുള്ള കുഞ്ഞു കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത്, പ്രത്യേകിച്ച് മധുരം വാങ്ങിച്ചു കൊടുക്കുന്നത് വളരെ വളരെ നല്ല കാര്യമാണ്. പ്രത്യേകിച്ച് മഹാലക്ഷ്മിയുടെ കടാക്ഷം നമുക്ക് ലഭിക്കും. ഇപ്പോൾ ഈ നവരാത്രി നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അത് നമുക്ക് നല്ല ഫലം തന്നെ തരും. അതേപോലെ തന്നെയുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നാളത്തെ ദിവസം ഏതെങ്കിലും സ്ത്രീകൾക്ക്, അതായത് സുമംഗലികളായിട്ടുള്ള സ്ത്രീകൾക്ക് നമ്മൾ എന്തെങ്കിലും കുപ്പിവളകളോ മഞ്ഞളോ കുങ്കുമമോ സാരി ബ്ലൗസ് അങ്ങനെയുള്ള വസ്തുക്കൾ വാങ്ങിച്ചു കൊടുക്കുന്നതും വളരെ ശ്രേഷ്ഠമാണ്. പിന്നെ 2-3 പേര് നാളെ സ്വർണം വെള്ളിയൊക്കെ മേടിക്കാമോ എന്ന് ചോദിച്ച് മെസ്സേജ് അയച്ചിരുന്നു. തീർച്ചയായിട്ടും ചെയ്യാവുന്നതാണ്. നാളെ സ്വർണം വെള്ളി, ഇപ്പം സ്വർണത്തിന് വില കൂടുതലാണ്, സ്വർണം മേടിക്കാൻ സാധിക്കില്ല എന്നുള്ളവർക്ക് നാളെ വെള്ളി മേടിക്കാവുന്നതാണ്. അത് വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഞാൻ ഓൾറെഡി ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഏലയ്ക്ക, ഗ്രാമ്പൂ, പച്ചക്കർപ്പൂരം, അതേപോലെ തന്നെ പച്ചരി, മഞ്ഞൾ, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നാളെ നമുക്ക് വീട്ടിലോട്ട് വാങ്ങിച്ചു കൊണ്ടുവരാം. ചന്ദ്ര സഹോദരിയാണ് മഹാലക്ഷ്മി. തിങ്കളെന്ന് പറയുന്നത് ചന്ദ്രൻ്റെ ദിവസമാണ്. അതുകൊണ്ട് തന്നെ നാളത്തെ ദിവസം ഇതൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരുന്നത് മഹാലക്ഷ്മി ദേവിയുടെ കടാക്ഷത്തിന് കാരണമാകുന്നത് തന്നെയാണ്. അപ്പോൾ എല്ലാവരും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കണം. തീർച്ചയായും മഹാലക്ഷ്മിയുടെ പൂർണ്ണ കടാക്ഷം നമുക്കുണ്ടാകും. ലക്ഷ്മി ദേവി സ്ഥിരമായി നമ്മുടെ വീട്ടിൽ വസിക്കുകയും ചെയ്യും. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.